നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ അതായത് മെയ് 19-ാം തീയതി നടന്ന PSC യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള പല കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വിജ്ഞാപനം ഉടനെ വരും. അതുപോലെ തന്നെ കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലും ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിൻ്റെ വിജ്ഞാപനം ഉടൻ തന്നെ വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെന്ന് പറഞ്ഞാൽ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം വിഷമം നൽകുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്തെന്നാൽ ടൈപ്പിസ്റ്റ് തസ്തികകൾ അബോളിഷ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ടൈപ്പിസ്റ്റ് തസ്തിക ഇപ്പോൾ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും വളരെ കുറച്ച് നിയമനം മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇനിയുള്ള പോസ്റ്റുകൾ താൽക്കാലികരെ വെച്ചുകൊണ്ട് നികത്തുക എന്നുള്ള രീതിയിലുള്ള പല ന്യൂസുകളും നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് ഇനി നിന്നു പോകുമോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പഠിച്ച് KGTE എക്സാം ലോവറും ഹയറും ഒക്കെ പാസ്സായി ഒരു ടൈപ്പിസ്റ്റ് ആവണം എന്ന ആഗ്രഹത്തോടെ പഠിച്ച് മുന്നോട്ട് വന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം വിഷമം കൊടുക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു നമ്മൾ കുറച്ച് നാളുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വാർത്തയെന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം PSC യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ 2 പോസ്റ്റുകളുടെ വിജ്ഞാപനം വരും, ഉടനെ തന്നെ വരുമെന്നാണ്. അപ്പോൾ എന്തായാലും ഉടനെ ഇതിൻ്റെ ഈ ഒരു പോസ്റ്റ് അബോളിഷ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പം തന്നെ തയ്യാറെടുക്കുക. അതായത് ടൈപ്പിസ്റ്റ് ഒരു പോസ്റ്റിൻ്റെ സിലബസ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. ഏകദേശം ഒരു 50 മാർക്കോളം കമ്പ്യൂട്ടറിൻ്റെ കാണും. അതുപോലെ തന്നെ മാത്സും മലയാളം, ഇംഗ്ലീഷ്, GK ഈ ഒരു പോർഷനിൽ നിന്നുമായിരിക്കും 50 മാർക്കിന്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഏകദേശം ഏതൊക്കെ പോർഷൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പഠിച്ച് തുടങ്ങുക. ഇനി എന്തെങ്കിലും കൂടുതൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എക്സാം അതുപോലെ തന്നെ സിലബസ് വരുമ്പോൾ നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതൽ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ കൂടുതൽ വിളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ചിലപ്പോൾ പേരുകൾ മാറ്റി അതുപോലെ തന്നെ സിലബസ് മാറ്റിയൊക്കെ ആയിരിക്കാം നമുക്ക് കൂടുതൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഓഫീസ് ഓട്ടോമേഷൻ അങ്ങനെയുള്ള പേരുകളൊക്കെ മാറ്റി അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തുന്ന ടോപ്പിക്കുകളുടെയൊക്കെ വ്യത്യാസങ്ങൾ വരാം. പക്ഷേ ഇപ്പോൾ വരുന്ന വിജ്ഞാപനം എന്ന് പറയുന്നത് എന്തായാലും നമുക്കൊരു ആശ്വാസമാണ്. അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൂടുതൽ നാൾ വെയിറ്റ് ചെയ്യാതെ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയും അധികം സമയം ചെലവഴിക്കാനില്ല. പിന്നെ നമ്മുടെ ഈ ചാനലിൽ കൂടുതലും ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. താങ്ക്